ഇന്ന് മെയ് 24 ലോക സ്കിസോഫ്രീനിയ ദിനം. എല്ലാ വർഷവും മെയ് 24 ലോക സ്കിസോഫ്രീനിയ ദിനമായി ആചരിക്കുന്നു. സ്കിസോഫ്രീനിയയെക്കുറിച്ചും മാനസികാരോഗ്യത്തെക്കുറിച്ചുമുള്ള അവബോധം വളർത്തുക, അതുമായി ബന്ധപ്പെട്ട കളങ്കങ്ങൾ ഇല്ലാതാക്കുക, രോഗബാധിതരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ഗവേഷണത്തിൻ്റെയും പുതിയ ചികിത്സാ രീതികൾ വികസിപ്പിക്കുന്നതിൻ്റെയും ആവശ്യകത ഉയർത്തിക്കാട്ടുക എന്നിവയാണ് ഈ ദിനത്തിൻ്റെ ലക്ഷ്യങ്ങൾ. എന്താണ് സ്കിസോഫ്രീനിയ? തലച്ചോറിൻ്റെ വൈജ്ഞാനിക പ്രവർത്തനത്തെ ബാധിക്കുന്ന ഒരു മാനസികാരോഗ്യ പ്രശ്നമാണ് സ്കിസോഫ്രീനിയ. ലോകമെമ്പാടുമുള്ള കണക്കുകൾ പ്രകാരം ഓരോ 1000 പേരിലും 2-3 പേർ ഈ രോഗമുള്ളവരാണ്. അഥവാ ഏകദേശം 24 ദശലക്ഷം ആളുകളെ ബാധിക്കുന്നതായി ലോകാരോഗ്യ സംഘടന WHO റിപ്പോർട്ട് ചെയ്യുന്നു. പുരുഷന്മാർക്കിടയിലാണ് സ്കിസോഫ്രീനിയ കൂടുതലായി ബാധിക്കുന്നതെന്നും വിദഗ്ധർ പറയുന്നു. 15-നും 30-നും ഇടയ്ക്ക് പ്രായമുള്ള പുരുഷന്മാരിലും 25-നും 30-നും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകളിലുമാണ് സാധാരണയായി ഈ രോഗം കാണുന്നത്. ലോക സ്കിസോഫ്രീനിയ ദിനത്തിൻ്റെ പ്രാധാന്യം. ഈ രോഗത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നത് രോഗം ബാധിച്ചവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും അവർ സമൂഹത്തിൽ ഉൾക്കൊള്ളാനും സഹായിക്കുന്നു. ലോകാരോഗ്യ സംഘടന പോലുള്ള അന്താരാഷ്ട്ര സംഘടനകൾ സ്കിസോഫ്രീനിയയെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. സ്കിസോഫ്രീനിയ കാരണങ്ങൾ. മസ്തിഷ്കത്തിലെ ജീവരാശി അസന്തുലിതാവസ്ഥ, പ്രത്യേകിച്ച് നാഡീകോശങ്ങൾ തമ്മിൽ സന്ദേശം കൈമാറുന്നതിനുള്ള ഡോപ്പമൈൻ എന്ന പദാർത്ഥത്തിൻ്റെ അളവ് കൂടുന്നതാണ് സ്കിസോഫ്രീനിയയുടെ പ്രധാന കാരണം. ഇതുകൂടാതെ മനഃശാസ്ത്രപരമായ വസ്തുതകൾ, കുടുംബ പ്രശ്നങ്ങൾ, സംഘർഷങ്ങൾ നിറഞ്ഞ ജീവിതം എന്നിവ ഈ രോഗത്തിനുള്ള സാധ്യത കൂട്ടുന്നു. സ്കിസോഫ്രീനിയ ബാധിച്ച ആളുകൾക്ക് ഓർമ്മക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. സ്കിസോഫ്രീനിയ ലക്ഷണങ്ങൾ എന്തൊക്കെ? ഒന്നിനോടും താല്പര്യമില്ലാതിരിക്കുക, മറ്റുള്ളവരിൽ നിന്നും ഒഴിഞ്ഞുമാറുക, പഠിത്തം, ജോലി, വൃത്തി, ആഹാരം എന്നിവയിൽ അലസതയും താല്പര്യക്കുറവും പ്രകടിപ്പിക്കുക, എപ്പോഴും സംശയം കാണിക്കുക, തന്നെ ആക്രമിക്കാൻ മറ്റാരോ ശ്രമിക്കുന്നു എന്ന തോന്നൽ, പങ്കാളിക്ക് അവിഹിത ബന്ധം തുടങ്ങിയവ. വൈകാരിക മാറ്റങ്ങൾ: ഭയം, ഉത്കണ്ഠ, കാരണമില്ലാതെ ചിരിക്കുക, കരയുക, അദൃശ്യ വ്യക്തികളുമായി സംസാരിക്കുക, കണ്ണാടി നോക്കി ചേഷ്ടകൾ കാണിക്കുക, ആകർഷബോധം. ചിന്താശേഷിയെ സ്വാധീനിക്കുന്ന രോഗാവസ്ഥ. മനുഷ്യൻ്റെ ചിന്താശേഷിയെ സ്വാധീനിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് സ്കിസോഫ്രീനിയ. പഠനം, ജോലി, കാര്യപ്രാപ്തി, മറ്റുള്ളവരുമായുള്ള ഇടപെടലുകൾ ഇവയൊക്കെ ഈ രോഗം ബാധിക്കുന്നു. രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്കും കുടുംബക്കാർക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രോഗാവസ്ഥയാണിത്. തുടർച്ചയായുള്ള ചികിത്സയിലൂടെ ശുശ്രൂഷയിലൂടെയും നിയന്ത്രിക്കേണ്ടതും എന്നാൽ എളുപ്പം ഭേദമാകാൻ ബുദ്ധിമുട്ടുള്ളതുമാണിത്. പാരമ്പര്യമോ? സ്കിസോഫ്രീനിയ പരമ്പരാഗതമായി പകർന്നു ലഭിക്കുന്ന ഒരു രോഗം കൂടിയാണ്. എന്നാൽ കുടുംബത്തിൽ ആർക്കും തന്നെ സ്കിസോഫ്രീനിയ ഇല്ലെങ്കിൽ കൂടി രോഗം പിടിപെടാനുള്ള സാധ്യതയുണ്ട്. ചില കേസുകളിൽ രോഗി യാതൊരു തരത്തിലുള്ള വികാര പ്രകടനങ്ങളും നടത്താത്ത അവസ്ഥയിലായി പോകാറുണ്ട്. ഉദാഹരണമായി, ചിരിക്കുകയോ കരയുകയോ ചെയ്യാതിരിക്കുക, ആരോടും സംസാരിക്കാതിരിക്കുക, ഉത്സാഹം നഷ്ടപ്പെട്ടിരിക്കുക